പരസ്പരം അറിയാനും അടുക്കാനുമുള്ള കവാടങ്ങൾ തുറന്നിടലാണ് ഇസ്ലാം. അപരവൽക്കരണത്തിൻ്റെയോ അന്യവൽക്കരണത്തിൻ്റെയോ നിലപാടുകളല്ല. സമാധാനപരമായ പാരസ്പര്യവും സ്നേഹം കുടികൊള്ളുന്ന ഇടപഴകലുകളുമാണ് ഹദീസുകൾ മുന്നോട്ട് വയ്ക്കുന്ന ജീവിത തത്വം. മധുരമനോജ്ഞമായ വികാരമാണ് സ്നേഹം. അത് പകർന്നു നൽകുമ്പോൾ മാത്രമാണ് നുകരാൻ അവസരമുണ്ടാവുക. വിശ്വാസികൾ പരസ്പരം സ്നേഹമുള്ളവരാവണം. ശരീരം കൊണ്ടും ധനം കൊണ്ടും സ്വാധീനം കൊണ്ടും ഉപദേശം കൊണ്ടും മധ്യസ്ഥത കൊണ്ടും മറ്റുള്ളവർക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ വിശ്വാസികൾ ബാധ്യസ്ഥരാണ്. അനാഥകൾ, അഗതികൾ, വിധവകൾ, രോഗികൾ, ദരിദ്രർ, അവശർ, അയൽക്കാർ, അങ്ങനെ ആവശ്യക്കാർ ഒരുപാട് പേർ. ഓരോരുത്തരെയും നല്ല രീതിയിൽ പരിഗണിക്കണമെന്ന് നിരവധി ഹദീസുകളിൽ കാണാം. അവിടുന്ന് പറഞ്ഞത് നാം ലോകത്ത് വെറുമൊരു വഴിയാത്രക്കാരനെ പോലെയാണ് എന്നത്രേ. ക്ഷണനേരത്തേക്ക് മാത്രം കൂടെ ഉണ്ടാകുന്ന സഹയാത്രികരെ സന്തോഷിപ്പിക്കാനും സഹായിക്കാനും ലഭിക്കുന്ന അവസരങ്ങൾ നാം പാഴാക്കരുത്. വഴിയറിയാതെ ഉഴറി നിന്നപ്പോൾ കൃത്യമായ ദിശ കാണിച്ചു തന്ന ആളുകളെ നാം പിന്നീട് നന്ദിപൂർവ്വം സ്മരിക്കാറുള്ളതുപോലെ സഹജീവികൾ മുഴുവനും നമ്മെ ഓർമ്മിക്കുന്ന അവസ്ഥ സാധ്യമാക്കണം. മറ്റുള്ളവരെ പരിഗണിക്കുക എന്നത് ഒരു നല്ല ഗുണമാണ്. അവരുടെ വീക്ഷണത്തിൽ അവരുടെ ആവശ്യങ്ങൾ, ഇഷ്ടങ്ങൾ എന്തായിരിക്കുമെന്ന് തിരിച്ചറിയുവാനുള്ള നമ്മുടെ ശേഷിയെയാണ് യഥാർത്ഥത്തിൽ പരിഗണന എന്ന് പറയുന്നത്. പ്രത്യുത നമ്മുടെ ഇഷ്ടങ്ങൾ അവരിൽ അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ട് ഒരിക്കലും പ്രയോജനം ഉണ്ടാകണമെന്നില്ല. ശത്രുവിനോട് പോലും ഈ സമീപനം സ്വീകരിക്കാൻ നമുക്ക് സാധ്യമായാൽ ഈ ലോകം എത്ര മോഹന സുന്ദരമായിരിക്കും. മനഃശാസ്ത്രജ്ഞനും സാമൂഹിക ചിന്തകനുമായ ഡെയിൽ കാർനെഗി ചൂണ്ടിക്കാണിക്കുന്നു, നിങ്ങൾ മീൻ പിടിക്കാൻ ചൂണ്ടയിടുമ്പോൾ ചൂണ്ടയുടെ അറ്റത്ത് മുന്തിരിയോ സ്ട്രോബെറിയോ തൊടുത്തു വയ്ക്കാറില്ലല്ലോ. മണ്ണിരയോ മറ്റെന്തെങ്കിലും പ്രാണിയോ ആയിരിക്കും കോർത്തു വയ്ക്കുന്നത്. എന്നിട്ടും നിങ്ങൾ മീനിനോട് പറയുന്നത് ഇത് നിനക്കിഷ്ടമുള്ളതല്ലേ, ആസ്വദിച്ചോളൂ എന്നായിരിക്കുമല്ലോ. ഇവിടെ മത്സ്യത്തിൻ്റെ താല്പര്യവും അഭിരുചിയുമാണ് നിങ്ങൾ പരിഗണിക്കുന്നത്. ഇതുപോലെ നമ്മളോട് ബന്ധപ്പെടുന്ന വ്യക്തികളുടെ വീക്ഷണങ്ങളും ഇഷ്ടങ്ങളും പരിഗണനകളും മുഖവിലക്കെടുക്കാൻ നമുക്ക് സാധ്യമാകണം. നിന്നെക്കാളും നിൻ്റെ സഹോദരനെ പരിഗണിക്കുന്നതുവരെ നീ പൂർണ്ണ വിശ്വാസിയാകുന്നില്ല എന്ന തിരുനബി വചനം പ്രസക്തമാണ്. സ്വാർത്ഥതയുടെ കൂച്ചുവിലങ്ങുകൾ ഭേദിച്ച് മാനവസ്നേഹത്തിൻ്റെ പ്രതിരൂപങ്ങളായി മാറാൻ നമുക്ക് സാധിക്കണം. ധനം മാർഗതടസ്സമായല്ല, ആരോഗ്യകരമായ സാമൂഹിക ജീവിതത്തിന് ചാലക ശക്തിയായാണ് അവിടുന്ന് പരിചയപ്പെടുത്തിയത്. ദൈവത്തിലുള്ള വിശ്വാസം സാമൂഹിക ജീവിതത്തിൽ നിന്നും കുടുംബാന്തരീക്ഷത്തിൽ നിന്നും ഒറ്റപ്പെട്ട ആധ്യാത്മിക അനുഭൂതികളിലേക്കുള്ള ഒളിച്ചോട്ടമല്ല, സമൂഹമധ്യത്തിൽ മാതൃകാപരമായി ജീവിച്ച് കാണിക്കലാണെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. വരൂ, നമുക്ക് സമൂഹത്തിനു വേണ്ടി ജീവിക്കാം. അതിൻ്റെ ആത്മീയാനുഭൂതി ഒന്ന് വേറെ തന്നെയാണ്.